US പ്രസിഡന്റ് ട്രംപ് പുതിയതായി പ്രഖ്യാപിച്ച താരിഫ് നയത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മളോടൊപ്പം ഉള്ളത് വിദേശകാര്യ നിരീക്ഷകനായ ഡോക്ടർ മോഹൻ വർഗീസാണ്. അമേരിക്ക പ്രഖ്യാപിച്ചിട്ടുള്ള തീരുവ യുദ്ധം, ട്രംപിൻ്റെ മഹായുദ്ധം ഭാരതത്തെ എങ്ങനെ ബാധിക്കുമെന്നത് ഒരു ഒരു കാതലായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന്, പ്രഥമ ദൃഷ്ടിയ 26%, 27% തീരുവ ദോഷകരമാകാമെന്ന് തോന്നുകയാണെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യ അമേരിക്ക വ്യാപാരം വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ചൈനയിൽ നിന്ന് ഉള്ള അമേരിക്കയിലേക്കുള്ള കയറ്റുമതി വൻതോതിൽ കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ പുതിയതായി പ്രഖ്യാപിച്ച 50% തീരുവ ഉൾപ്പെടെ നിലവിലുള്ള 34% തീരുവയും ആദ്യം പ്രഖ്യാപിച്ച 20% ചേരുമ്പോൾ 104% തീരുവയാണ് ചൈനയ്ക്കെതിരെ നിലനിൽക്കുന്നത് എങ്കിൽ ചൈനീസ് കയറ്റുമതി അമേരിക്കയിലേക്കുള്ളത് അനാകർഷകമായി മാറുകയും ആ സ്ഥാനത്ത് ഭാഗികമായിട്ടെങ്കിലും ഇന്ത്യക്ക് കയറി വരാൻ സാധിക്കുകയും ചെയ്യും. അതുമാത്രമല്ല, ഇന്ത്യയുടെ മറ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വിയറ്റ്നാമാണ്. ഈ ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാമിനെതിരെ പ്രഖ്യാപിച്ചിരിക്കുന്ന 46% തീരുവയാണ്. ഇന്ത്യക്ക് 27 ഉള്ളെന്ന് ഓർക്കണം. ബംഗ്ലാദേശാണ് മറ്റൊരു കോമ്പറ്റീറ്റർ ടെക്സ്റ്റൈൽ മേഖലയിൽ. ബംഗ്ലാദേശിനെതിരെ വലിയ തീരുവയാണ്. ബംഗ്ലാദേശുമായിട്ടും വിയറ്റ്നാമുമായിട്ടും കംബോഡിയയുമായിട്ടും അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുമായിട്ടും ഒക്കെയുള്ള ഒരു വ്യാപാര യുദ്ധം മുക്കുമ്പോൾ ഇന്ത്യക്ക് അതിനേക്കാളെല്ലാം തന്നെ ഇന്ത്യയുമായി ശക്തമായ മത്സരമുള്ള രാജ്യങ്ങൾക്ക് ട്രംപ് ഏർപ്പെടുത്തിയ നികുതി വളരെ വലുതായതുകൊണ്ട് അമേരിക്കൻ വിപണിയിൽ ഉൽപ്പന്നങ്ങൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒന്നാം തരം അവസരമാണ് ഇന്ത്യക്ക് തുറന്നു കിട്ടുന്നത് എന്നതാണ് ഇതിൻ്റെ പോസിറ്റീവ് സൈഡ്. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് സൈഡുണ്ട്. ഈ ഉൽപ്പന്ന ഇറക്കുമതി അനാകർഷകമാകുമ്പോൾ അമേരിക്കയിലെ ഇറക്കുമതിക്കാർ തന്നെ കൺസംഷൻ കുറച്ച് വരികയും ഇറക്കുമതി കുറച്ചു കൊണ്ടുവരികയും ഉപഭോക്താക്കൾ സാധനങ്ങൾ വലിയ വിലയ്ക്ക് വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്താൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇവിടെ എത്താനുള്ള സാധ്യത കുറവാണ്. അതുമാത്രമല്ല, ഭാരതം മറ്റ് രാജ്യങ്ങൾ രൂക്ഷമായി പ്രതികരിച്ചതുപോലെ അല്ല ഈ ട്രംപിൻ്റെ നയത്തോട് പ്രതികരിച്ചത്. മോദി ട്രംപ് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു ഫെബ്രുവരി മാസം. അതിനുശേഷം ഒരു ധാരണ ഉണ്ടാകുമെന്നായിരുന്നു പ്രതീക്ഷ. പക്ഷേ ആ ധാരണ ഒരുപക്ഷെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുകയാണ്, സമഗ്ര വ്യാപാര കരാർ. പക്ഷേ അതിനുള്ള പ്രാരംഭ ചർച്ച എന്ന നിലയിൽ അമേരിക്കൻ പ്രതിനിധി സംഘം ഏപ്രിൽ 4 മുൻപ് 5 ദിവസം ഇന്ത്യയിൽ ചെലവഴിക്കുകയും വിശദമായ ചർച്ചകൾ നടത്തുകയും ചെയ്തു. അതുമാത്രമല്ല, ഇന്ത്യൻ വിദേശകാര്യ മന്ത്രിയും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും തമ്മിൽ, ജയശങ്കർ റൂബിയോ, കൂടിക്കാഴ്ച നടന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നു. ഇവിടെ എല്ലാം കാണുന്നത് ഇന്ത്യ വളരെ സംയമനത്തോടെ കാര്യങ്ങൾ പ്രതികരിക്കുക. പ്രഥമ ദൃഷ്ടിയ വലിയ വിപത്താണ് എന്ന് തോന്നാമെങ്കിലും ചില പ്രതീക്ഷകൾ ഇന്ത്യക്ക് കാണുന്നുണ്ട്. അതേസമയം സെക്ടർ വൈസ് ആയിരിക്കും ഏറ്റവും വലിയ ആഘാതമുണ്ടാവുക. ഏറ്റവും അധികം കയറ്റുമതി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ഉണ്ടാകുന്നത് ഏതാണ്ട് $14 ബില്യൺ കയറ്റുമതിയാണ്. ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ, ടെലികമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്, ഇതെല്ലാം കൂടെ ചേർത്തുകൊണ്ട്. അത് തീരുവ യുദ്ധത്തിൻ്റെ ഫലമായി അതിന് തിരിച്ചടി ഉണ്ടാകാം. പക്ഷേ കോമ്പറ്റീറ്റേഴ്സായ ആളുകൾക്ക് ഇതിനേക്കാൾ നികുതി ആയതുകൊണ്ട് ആ കയറ്റുമതി തുടരാനാണ് സാധ്യത. ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങളെ കയറ്റുമതി തീരുവയിൽ നിന്നും ഒഴിവാക്കിയതുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ഏതാണ്ട് $12 ബില്യൺ വർത്ത് ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയുണ്ട്. അതിനെ ബാധിക്കാനുള്ള സാധ്യത കുറവാണ്. അതേസമയം വജ്രങ്ങളെയും പ്രഷ്യസ് സ്റ്റോൺസ് ഇതെല്ലാം അടങ്ങുന്ന $11 ബില്യൺ കയറ്റുമതിയുണ്ട്. ആ കയറ്റുമതിയെ സാരമായി ബാധിക്കും. കാരണം അമേരിക്കൻ ഇക്കോണമി താഴെ പോവുകയാണെങ്കിൽ വജ്ര ഇറക്കുമതി അമേരിക്ക വേണ്ടെന്ന് തന്നെ വെക്കും. അല്ലെങ്കിൽ അതിനുള്ള ആവശ്യക്കാർ അമേരിക്കൻ മാർക്കറ്റിൽ ഇല്ലാതെയാകും. അതുകൊണ്ട് മോദിയുടെ ഗുജറാത്തിലെ വജ്ര നിർമ്മാണ കമ്പനികൾ, കല്ല് കുത്തുന്ന കമ്പനികൾ, അതായത് സൂററ്റിലെയും അഹമ്മദാബാദിലെയും രാജ്കോട്ടിലെയും ഒക്കെ ഈ രത്ന വ്യാപാരികൾ വല്ലാതെ ബുദ്ധിമുട്ടും. അവർ കയറ്റുമതി ആശ്രയിച്ച് നിൽക്കുന്ന വിഭാഗങ്ങളാണ്. അതാണ് 3ാമത്തെ വലിയ കയറ്റുമതി. അതേസമയം മത്സ്യസമ്പത്തിൻ്റെ കയറ്റുമതിയിലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതം നമുക്ക് അനുഭവപ്പെടും. കാരണം ഇന്ത്യയുടെ ഷ്രിംപ് ഉൾപ്പെടെ, കൊഞ്ചുൾപ്പെടെയുള്ള കാര്യങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഏതാണ്ട് $4 ബില്യൺ സമുദ്രോൽപ്പന്ന കയറ്റുമതിയുണ്ട്. അത് അമേരിക്ക തന്നെ ഹൈ സീസിൽ നിന്ന് ഇന്ത്യ പിടിക്കുന്ന മത്സ്യങ്ങളല്ല എന്ന് ഓർക്കണം. ഇത് തദ്ദേശീയമായി, അതായത് ലാൻഡിൽ തന്നെ വെള്ളം കെട്ടി നിർത്തി ഉൽപ്പാദിപ്പിക്കുന്ന മത്സ്യകൃഷിയാണ്. മത്സ്യകൃഷിയുടെ പ്രോഡക്റ്റ്സാണ് ചെമ്മീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വലിയ തോതിലുള്ള ഇടിവ് നേരിടും. കാരണം സാധാരണ നമ്മൾ ചെയ്യുന്നത് വിയറ്റ്നാമിലേക്ക് ഇത് കയറ്റുമതി ചെയ്ത് മൂല്യവർധന വരുത്തിയതിനു ശേഷം വിയറ്റ്നാമിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുകയാണ്.
ഇപ്പോൾ വിയറ്റ്നാമിനുള്ള തീരുവ 46% ക്രമീകരിക്കുമ്പോൾ ആ റൂട്ട് പറ്റില്ല. അല്ലെങ്കിൽ ഇന്ത്യ നേരിട്ട് സമുദ്രോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം ഒരുക്കണം. ഏതാണ്ട് മൊത്തം കയറ്റുമതിയുടെ 60%, മൊത്തം സമുദ്ര വ്യാപാര കയറ്റുമതിയുടെ 60% ചെമ്മീനായതുകൊണ്ട് അത് വലിയൊരു ത്രെട്ടാണ്. അതേസമയം ഇക്വഡോറിൽ നിന്നും ശക്തമായ മത്സരം, 10% നികുതി മാത്രമേ അമേരിക്കയുടെ അടുത്തുള്ള ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ഇക്വഡോറിൽ നിന്നുള്ള സമുദ്രോൽപ്പന്ന കയറ്റുമതിക്കുള്ളൂ. അതുകൊണ്ട് ഇന്ത്യ വിപണി പിടിക്കുന്നതിനേക്കാൾ സാധ്യത, അമേരിക്കൻ വിപണി പിടിക്കാൻ സാധ്യത ഇക്വഡോറിനാണ്. അങ്ങനെ വിവിധ പ്രോഡക്റ്റുകൾക്ക് വിവിധ രീതിയിലാണ് ദോഷമുണ്ടാവുക. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഗുഡ്സ് ആൻഡ് സർവീസാണ്. സർവീസുകൾ ഒരുപക്ഷെ ടാക്സബിൾ അല്ല. വലിയ തോതിലുള്ള സോഫ്റ്റ്വെയർ ഇടപാടുകളാണ് അമേരിക്ക ഇന്ത്യ തമ്മിൽ. അതുകൊണ്ട് സോഫ്റ്റ്വെയർ രംഗത്തൊക്കെ വലിയ സാധ്യതകൾ വീണ്ടുമുണ്ട്. സോഫ്റ്റ്വെയർ കയറ്റുമതിക്കുള്ള വലിയ സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു. അമേരിക്കയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ എണ്ണം എടുത്താൽ ഏതാണ്ട് 25%, 1/4 പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിനാണ്. ഒക്കെ തമ്മിൽ ഇപ്പോൾ ഒരു ഗുഡ്സിൻ്റെ കയറ്റുമതി മാത്രമല്ല വിഷയം, അതുപോലെ ടെക്നോളജിയുടെ ഇറക്കുമതി. അമേരിക്കയിൽ നിന്നും വലിയ തോതിൽ ടെക്നോ പ്രോഡക്റ്റ്സ് നമുക്ക് ഇറക്കുമതി ചെയ്യാൻ കഴിയും. അതേക്കുറിച്ച് സമഗ്രമായൊരു ധാരണ ഉണ്ടാവുകയാണെങ്കിൽ ഇന്ത്യക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് പ്രഥമ ദൃഷ്ടിയ വലിയ വിപത്താണ് എന്ന് തോന്നാവുന്ന ഈ പ്രഖ്യാപനങ്ങൾ, ട്രംപുരാൻ്റെ പ്രഖ്യാപനങ്ങൾ ഒരുപക്ഷെ ഉർവശിശാപം ഉപകാരം എന്ന നിലയിൽ ആഗോള പശ്ചാത്തലം നോക്കുമ്പോൾ ഭാരതത്തിനും ചിലപ്പോൾ അത് പ്രയോജനകരമായി ഭവിച്ചേക്കാൻ സാധ്യതയുണ്ട്. യുഎസിൻ്റെ ടാരിഫ് നയത്തിൻ്റെ അടിസ്ഥാനം ട്രംപിന് ലഭിച്ച ഹ്യൂജ് മാൻഡേറ്റാണ്, പോപ്പുലർ മാൻഡേറ്റ്. വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ച് പോപ്പുലർ വോട്ടോടുകൂടി പ്രസിഡൻ്റായ ആളാണ് ഡൊണാൾഡ് ട്രംപ്. അതൊരു വശം. മറുവശത്തെ സെനറ്റിലും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിലും ആദ്യമായി ട്രംപിൻ്റെ മുൻകാലങ്ങളിൽ ഇല്ലാത്ത രീതിയിൽ വ്യക്തമായ മേധാവിത്വം ട്രംപിൻ്റെ പാർട്ടിയായ റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ലഭിച്ചു. ഇങ്ങനെ വരുമ്പോൾ ട്രംപ് ആഗ്രഹിക്കുന്ന രീതിയിൽ ട്രംപിന് കാര്യങ്ങൾ മുന്നോട്ട് നയിക്കാനാവും. രണ്ട് പ്രധാനപ്പെട്ട പ്രോമിസാണ് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ രണ്ടാമൂഴമല്ല, 3 പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചു. 1-ാം പ്രാവശ്യം ജയിച്ചു, 2-ാം പ്രാവശ്യം പരാജയപ്പെട്ടു, 3-ാം ഊഴത്തിൽ വീണ്ടും വിജയിച്ചു വരുന്നു. അതിനായി അദ്ദേഹം പറഞ്ഞ മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ. അങ്ങനെ ഗ്രേറ്റ് ആകണമെങ്കിൽ 2 കാര്യങ്ങൾ ചെയ്തിരിക്കണം. ഒന്ന്, അനധികൃതമായി അമേരിക്കയിലേക്ക് കുടിയേറി വന്ന ആളുകളെ നിയമവിധേയമായി സ്വീകരിക്കാവുന്നവരെ സ്വീകരിച്ച് മറ്റുള്ളവരെ നിർബന്ധപൂർവം തിരിച്ചുവിടണം, പ്ലേസ് ഓഫ് ഒറിജിനിലേക്ക് തിരിച്ചുവിടണം. അത് അമേരിക്കൻ ജനതയെ നന്നായി സ്വാധീനിച്ചു. അപ്പോൾ അമേരിക്കൻ പൗരന്മാർ അതിന് അനുകൂലമായി നൽകിയൊരു മാൻഡേറ്റാണ്. അതിനുശേഷം അദ്ദേഹം വളരെ ക്വിക്കായി തീരുമാനമെടുക്കുകയും നടപ്പാക്കുകയും ചെയ്തു. അതൊരു വിജയഗാഥയാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് രാജ്യങ്ങളുടെ, ഭാരതം ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ചെറിയ തോതിൽ അതിന് മറുപടി പറയേണ്ടി വന്നു, അല്ലെങ്കിൽ അത് പ്രതിസന്ധിയിലായി. കാലിൽ കൈവിലങ്ങണിയിച്ചുകൊണ്ട് എത്തുന്ന ഒരു ദൃശ്യം അത്ര സുഖകരമായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിച്ച് കാണിച്ചു എന്നൊരു ചിന്തയുണ്ട്. പക്ഷേ രണ്ടാമത്തെ ഭാഗമാണ് ടാരിഫിനെ കുറിച്ച്. ട്രംപ് പറയുന്നത് അമേരിക്കയ്ക്ക് $1 ട്രില്യൺ ട്രേഡ് ഡെഫിസിറ്റാണ് വിദേശ രാജ്യങ്ങളുടെ വ്യാപാരത്തിൽ. ഏതാണ്ട് 1 ട്രില്യൺ. അതിലേറ്റവും കൂടുതൽ നിൽക്കുന്നത് ചൈനയാണ്. അടവശിഷ്ട നിലയിൽ $295 ബില്യൺ വ്യാപാര കമ്മി അമേരിക്കയ്ക്കുണ്ട്. ചൈനയുമായുള്ള വ്യാപാരത്തിൽ മാത്രം. ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ യഥാർത്ഥത്തിൽ $47 ബില്യൺ വ്യാപാര കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. അങ്ങനെ എല്ലാം കൂടി ചേർക്കുമ്പോൾ ഏതാണ്ട് $1 ട്രില്യൺ കമ്മിയാണ് അമേരിക്കയ്ക്കുള്ളത്. അതെങ്ങനെയെങ്കിലും നികത്തിയെടുക്കണം എന്ന ആഗ്രഹമാണ് ട്രംപ് പറഞ്ഞു വെച്ചത്. അതിന് വിദേശത്ത് നിന്ന് അമേരിക്കയിലേക്കുള്ള ഇറക്കുമതി പരമാവധി വെട്ടിച്ചുരുക്കണം. അതിന് കർശനമായ നടപടികൾ താൻ ജയിച്ചു വന്നാൽ ഉണ്ടാകുമെന്ന ട്രംപിൻ്റെ പ്രതിജ്ഞ അദ്ദേഹം അണുവിട തെറ്റിക്കാതെ നടപ്പാക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവിടെ കാതലായ വിഷയം എന്ന് പറയുന്നത്, ഇങ്ങനെ നടപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണ രാഷ്ട്രീയ നേതാക്കൾ തിരഞ്ഞെടുപ്പ് ജയിച്ചു വരാൻ വേണ്ടി പല കാര്യങ്ങളും പറയും, ജനം അതൊരു മാർജിനിട്ട് എടുക്കൂ. പക്ഷേ അക്ഷരാർത്ഥത്തിൽ തന്നെ ട്രംപ് തൻ്റെ തീരുവ യുദ്ധം പ്രഖ്യാപിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അദ്ദേഹം ഒരു പ്രത്യേക ഫോർമുല കൊണ്ടുവരികയാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രഖ്യാപിച്ച ടാരിഫ് നയത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോർമുല നമ്മൾ പ്രഥമ ദൃഷ്ട്യ നമ്മൾ വിചാരിച്ചു, ഒരു രാജ്യം കയറ്റുമതി ചെയ്യുന്ന ആ ഒരു വസ്തുക്കളുടെ അവിടെ ഇറക്കുമതി ചെയ്യുമ്പോൾ അമേരിക്ക ഏർപ്പെടുത്തുന്ന ഒരു ടാരിഫ്, അതുപോലെ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഭാരതത്തിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്തേക്കോ കയറ്റുമതി ചെയ്യുമ്പോൾ ഇവിടെ ചുമത്തപ്പെടുന്ന ടാരിഫ്, അതായത് കസ്റ്റംസ് തീരുവ, ആ തീരുവയുടെ ശരാശരിയാണ് ആവറേജ്. ആ ആവറേജ് തന്നെയാണ്
റിട്രോസ്പെക്റ്റിൽ അല്ലെങ്കിൽ പകരച്ചുങ്കം എന്ന നിലയിൽ, റിറ്റാലിയേറ്ററി ടാരിഫ് എന്ന നിലയിൽ അമേരിക്ക ചുമത്താൻ പോകുന്നത് എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്ന ഒരു ചിന്ത. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. ട്രംപിൻ്റെ ഫോർമുല പിന്നീടാണ് ആളുകൾ മനസ്സിലായത്. അതായത് ഉദാഹരണത്തിന് ഈ ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ $490 ബില്യൺ വാർഷിക കയറ്റുമതിയുണ്ട്. അതായത് അത്രയും ഇറക്കുമതിയുണ്ട് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക്. അതേസമയം അടവശിഷ്ട നിലയിൽ അമേരിക്കയ്ക്ക് ഏതാണ്ട് $295 ബില്യൺ വ്യാപാര കമ്മിയുമുണ്ട്. അപ്പോൾ 295 ഡിവൈഡഡ് ബൈ 490 അല്ലെങ്കിൽ 495 അങ്ങനെ കിട്ടുന്ന സംഖ്യയെ 100 കൊണ്ട് ഗുണിക്കുന്ന ആ ഒരു തുകയാണ്. അപ്പോൾ അത് വരുന്നത് 34 എന്ന നമ്പറാണ് വരുന്നത്. അങ്ങനെയാണ് ചൈനയ്ക്കെതിരെ 34 ബില്യൺ, അല്ല അത് 68 വരും. അതിന് നേരെ പകുതിയാണ് 34. 70 ചിലവാനം വരികയാണ്, അല്ലെങ്കിൽ 69 70 വരികയാണ്. അതിൻ്റെ പകുതി എന്ന നിലയിലാണ് ചൈനയ്ക്ക് നേരെ 34% തീരുവ എന്നത് ഏർപ്പെടുത്തിയത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ആ കണക്കുകൾ, അമേരിക്ക ഇന്ത്യ വ്യാപാരം എന്ന് പറയുന്നത് ഏതാണ്ട് $119 ബില്യൺ വാർഷിക വ്യാപാരമാണ്. ആ വ്യാപാരത്തിൽ അമേരിക്ക ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്, അല്ലെ അമേരിക്ക ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന കാര്യങ്ങൾ കുറവും ഇന്ത്യക്ക് അമേരിക്കയിലേക്കുള്ള കയറ്റുമതി കൂടുതലുമാണ്. അപ്പോൾ ഇന്ത്യക്ക് ഏതാണ്ട് 89, 87, 88, 89 ബില്യൺ വാർഷിക കയറ്റുമതി അമേരിക്കയിലേക്കുണ്ട്. അതേസമയം അമേരിക്ക കയറ്റുമതി ചെയ്യുന്ന അതിൻ്റെ നേരെ പകുതിയേ ഉള്ളൂ. 40 പരം ബില്യൺ കയറ്റുമതി മാത്രമേ അമേരിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരുന്നുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 47 ബില്യൺ വ്യാപാര മിച്ചമുണ്ട്. ആ 47 ബില്യൺ ഡിവൈഡഡ് ബൈ ഇന്ത്യയുടെ ടോട്ടൽ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി, അതായത് 87 ബില്യൺ ആ കിട്ടുന്ന സംഖ്യ, അത് 52 എന്നൊരു സംഖ്യയാണ് കിട്ടുന്നത്. അപ്പം അതിൻ്റെ നേരെ പകുതി 26, അങ്ങനെ ഒരു നമ്പറാണ് ട്രംപ് പറഞ്ഞത്. അത് കൊന്നുകൂടി മൂർച്ച വരുത്തി 27% എന്ന രീതിയിലേക്ക് ട്രംപ് മാറ്റിയെടുക്കുന്നു. ഇങ്ങനെയാണ് അതിൻ്റെ കണക്കുകൂട്ടൽ വരുന്നത്. ഇവിടെ ഉയരുന്ന ചോദ്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ തീരുവ യുദ്ധത്തിൽ ഉയരുന്ന ചോദ്യം, യഥാർത്ഥത്തിൽ ഇങ്ങനെയാണോ ലോക രാഷ്ട്രീയം മുന്നോട്ട് പോകേണ്ടത്? ഇങ്ങനെയാണോ ലോക സമ്പദ് വ്യവസ്ഥ മുന്നോട്ട് പോകേണ്ടത്? മൾട്ടിലാറ്ററൽ ട്രേഡ് ഏജൻസീസ്, അതായത് യുണൈറ്റഡ് നേഷൻസിൻ്റെയൊക്കെ പരിധിയിൽ നിൽക്കുന്ന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ റോൾ എന്താണ്? ഇത് നിൽക്കെ ട്രംപ് ഉദ്ദേശിക്കുന്നത് കഠിനമായ തീരുവകൾ അടിച്ചേൽപ്പിച്ചതിന് ശേഷം ഓരോരോ രാജ്യങ്ങളുമായി നെഗോഷിയേറ്റ് ചെയ്ത് സെറ്റിൽമെൻറ്റ് ചെയ്യുക. അതായത് ട്രംപിൻ്റെ പോളിസി, എ ഗുഡ് ലീഡർ ഷുഡ് ബി എ ഗുഡ് ഡീലർ ഓൾസോ. ഡീൽസ് എന്നുള്ളതാണ് ട്രംപ് ഏറ്റവും ഇഷ്ടപ്പെടുന്ന 2 വാക്കുകളാണ്. ഒന്ന് ടാരിഫ്, അതായത് ഇറക്കുമതി ചുങ്കം, നമ്മളിവിടെ ഇന്ത്യയിൽ പറയുമ്പോൾ കസ്റ്റംസ് തീരുവകൾ എന്ന് പറയും, അതാണ് ഇഷ്ടപ്പെടുന്ന ഒരു വാക്ക്. രണ്ടാമത്തേത് ഡീൽ എന്ന വാക്കാണ്. ഇത് രണ്ടും കൂടെ കൺവേർജ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഭീമമായ കാരണം വലിയ വസ്തുക്കൾ അതിനെ എങ്ങനെയെങ്കിലും കുറച്ചുകൊണ്ട് വന്നെങ്കിലേ പറ്റൂ. ട്രംപ് ഒരു മാർഗവും കാണുന്നില്ല. അതുകൊണ്ട് 34% തീരുവയും അതിനോടൊപ്പം തന്നെ ആദ്യം തന്നെ പ്രഖ്യാപിച്ചു വെച്ച 20% തീരുവ, അങ്ങനെ 34 + 20 = 54% തീരുവ ഓൾറെഡി ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ ഇറക്കുമ്പോൾ ചുമത്തിയിരുന്നു. അതിന് പകരമായി ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് പ്രഖ്യാപിച്ചത് തിരിച്ചും 34% അമേരിക്കയിൽ നിന്നും ചൈനയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ചൈനയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ തങ്ങൾ 34% തീരുവ ചുമത്തും എന്ന പ്രഖ്യാപനം ട്രംപിനെ കൂടുതൽ ചൊടിപ്പിച്ചു. എന്നാൽ ഇരിക്കട്ടെ മറ്റൊരു 50% കൂടി. അപ്പം ചുരുക്കത്തിൽ 50% കൂടെ ചേരുമ്പോൾ 104% ആവുകയാണ്. അതായത് 100 യുവാൻ വിലയുള്ള ഒരു കാര്യം, ചൈനീസ് പ്രോഡക്റ്റ് അമേരിക്കയിൽ എത്തുമ്പോൾ അത് 204 യുവാനായി മാറുകയാണെങ്കിൽ അത്രയും തുക അമേരിക്കയിലെ ഇറക്കുമതിക്കാർ അത്രയും തുക അമേരിക്കൻ സർക്കാരിന് നികുതിയായി കൊടുക്കേണ്ടി വരുമ്പോൾ ചൈനീസ് ഗുഡ്സ് ആർ ഗോയിങ് ടു ബി ഡബ്ലി എക്സ്പെൻസീവ് ഇൻ അമേരിക്ക. അങ്ങനെ വന്നാൽ അമേരിക്കയിലെ ഉൽപ്പന്നങ്ങൾക്ക് വില തീപിടിക്കും. ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും അതുപോലെ ഈസ്റ്റ് ഏഷ്യൻ, സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ കടന്നു വരുന്ന ഉൽപ്പാദന ചെലവ് കുറവുള്ള
അവിടെ ഉൽപ്പാദന ചിലവ് കുറവാണ്, കാരണം ചീപ്പ് ലേബറാണ്. ആ ഉൽപ്പാദന ചിലവ് കുറവുള്ള ഇടങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ ലാഭകരമായി അമേരിക്കൻ ഉപഭോക്താക്കൾ വാങ്ങിയിരുന്നു, അല്ലെങ്കിൽ ന്യായമായ വിലയ്ക്ക് വാങ്ങിയിരുന്നു. ഇനിയിപ്പോൾ അത് സാധിക്കില്ല, കാരണം ചൈനീസ് പ്രോഡക്ട്സ് ആർ ഗോയിങ് ടു ബി വെരി എക്സ്പെൻസീവ്. ഇന്ത്യൻ പ്രോഡക്ട്സ് ഓൾസോ ആർ ഗോയിങ് ടു ബി 26% മോർ എക്സ്പെൻസീവ്. ഇങ്ങനെ വന്നാൽ രണ്ട് ഓപ്ഷൻസ് ആണുള്ളത് അമേരിക്കയ്ക്ക്. ഒന്ന്, തത്തുല്യമായ ക്വാളിറ്റി ഓഫ് പ്രോഡക്ട്സ് അമേരിക്കയ്ക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കണം. അതിന് അമേരിക്കയ്ക്കുള്ളിൽ ഉത്പാദന സംവിധാനങ്ങൾ ഉണ്ടാവണം. അത് പെട്ടെന്ന് ഒരു നിമിഷം ഇടുകുടുക്കെ ചോറും കറിയും എന്ന് പറഞ്ഞാൽ സംഭവിക്കുന്ന ഒരു കാര്യമല്ല. അത് വർഷങ്ങളായി കെട്ടിപ്പടുക്കേണ്ട ഒരു സപ്ലൈ ചെയിനാണ്. ആ സപ്ലൈ ചെയിൻ നൊടിയിടയിൽ സാധ്യമാവില്ല. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, ഈ ഒരു രാജ്യത്തു നിന്നുള്ള ഇറക്കുമതി നിന്ന് കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും അതിന് അതേ ഉൽപ്പന്നം ഇറക്കുമതി ചെയ്യാൻ സാധിക്കണം. അത് പെട്ടെന്ന് ക്ഷിപ്രസാധ്യമായ കാര്യമല്ല. എല്ലാ രാജ്യങ്ങൾക്കെതിരെയും ട്രംപ് നികുതി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഉദാഹരണത്തിന് ചൈനയ്ക്കെതിരെ ഇപ്പോൾ 104% വരെ. അത് പ്രായോഗികമാണോ എന്നത് മറ്റൊരു കാര്യം. യൂറോപ്പിനെതിരെ 20%. അത് മാത്രമല്ല, ഓട്ടോമൊബൈൽ ഇറക്കുമതിക്ക് അഡീഷണലായ വേറൊരു 25%. അപ്പം ഇതെല്ലാം കൂടെ ചേരുമ്പോൾ യൂറോപ്യൻ ഉൽപ്പന്നങ്ങളും അമേരിക്കയിലേക്ക് പ്രവേശിക്കാനാവാത്ത, ഓൾറെഡി യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് വലിയ വില തന്നെയാണ്, അത് അമേരിക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ വീണ്ടും എക്സ്പെൻസീവായി മാറുകയാണ്. അതുകൊണ്ട് അമേരിക്കയിൽ വലിയ തോതിലുള്ള ഇറക്കുമതി പ്രശ്നമുണ്ടാവുകയാണ്. തീരുവകൾ ഗവൺമെൻറ്റിന് തൽക്കാലത്തേക്ക് ആദായമാണെന്ന് വരികയാണെങ്കിലും ഇറക്കുമതിക്കാർ തീരുമാനിക്കും, ഭീമമായ തീരുവ കൊടുത്ത് ഞങ്ങൾക്കിനി ഇറക്കുമതി വേണ്ട, അവരിനി ഇറക്കുമതി ചെയ്യില്ല, അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ ക്വാണ്ടിറ്റി അവർ 4/1 കുറച്ചു കൊണ്ടുവരും. വലിയ തോതിലുള്ള ക്ഷാമമാണ് വരാൻ പോകുന്നത് അമേരിക്കയിൽ ഉൽപ്പന്നങ്ങൾക്ക്, അല്ലെങ്കിൽ ഫിനിഷ് പ്രോഡക്ട്സിന്. അങ്ങനെ വന്നാൽ വലിയ തോതിലുള്ള ഇൻഫ്ലേഷൻ വരും. ടു ലിമിറ്റഡ് നമ്പർ ഓഫ് പ്രോഡക്ട്സ് ചേസിങ് ടു മെനി പീപ്പിൾ. അങ്ങനെ വരുമ്പോൾ വലിയ ഇൻഫ്ലേഷനാണ് വരാൻ പോകുന്നത്. നാണ്യപ്പെരുപ്പം കുതിച്ചുയരാൻ പോവുകയാണ്. നാണ്യപ്പെരുപ്പം കുതിച്ചുയരുമ്പോൾ അമേരിക്കൻ ജനത ട്രംപിനെ നെഞ്ചിലേറ്റി, അമേരിക്കൻ ജനത തന്നെ ട്രംപിനെ താഴെ വയ്ക്കുന്ന ഒരു കാര്യം. ഇപ്പോൾ തന്നെ പ്രതിഷേധത്തിൻ്റെ സ്വരം അമേരിക്കയ്ക്കുള്ളിൽ ഉയരുന്നു. ട്രംപിനെതിരെ ഏതാണ്ട് 1200 കേന്ദ്രങ്ങളിലാണ് ചെറുതും വലുതുമായ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അരങ്ങേറിയത്. അത് പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യമല്ല. ട്രംപ് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല. ട്രംപിൻ്റെ നയങ്ങൾക്കെതിരെ, കുടിയേറ്റ നയത്തിനെതിരെയും LGBTQ നയത്തിനെതിരെയും ട്രംപിൻ്റെ ചില പ്രഖ്യാപനങ്ങൾക്കെതിരെയും ഏറ്റവും പ്രധാനപ്പെട്ട നികുതി ഘടനകൾക്കെതിരെ. കാരണം അവർക്കറിയാം, ഇക്കോണമിസ്റ്റുകളെല്ലാം തന്നെ പറയുന്നു, അതുപോലെ പ്രഡിക്ഷൻ ഏജൻസീസ് അല്ലെങ്കിൽ മറ്റ് ഏജൻസികളുണ്ട്, അവരുടെ അമേരിക്കയുടെ സ്റ്റേറ്റ് ഓഫ് ഇക്കോണമി പ്രഡിക്റ്റ് ചെയ്യുന്ന, ഒരു പക്ഷേ നന്ദിപ്പെരുപ്പം പ്രഡിക്റ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്, ഗ്രോത്ത് പ്രഡിക്റ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്, മാന്യത്തെക്കുറിച്ച് സൂചനകൾ നൽകുന്ന ഏജൻസികളുണ്ട്. ഈ ഏജൻസികളെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നു, അമേരിക്ക വലിയ ഒരു സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ വക്കിലാണ്. ഈ അമേരിക്കയ്ക്ക് ഇങ്ങനെ പനി പിടിച്ചാൽ ലോകത്തിനാകമാനം പനി പിടിക്കും, സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകും. അങ്ങനെ 1929-30 സംഭവിച്ച ഗ്രേറ്റ് എക്കണോമിക് ഡിപ്രഷൻ, അതിന് സമാനമായ രീതിയിൽ ലോകമാസകലം ഒരിക്കൽ കൂടി മാന്ദ്യത്തിലേക്ക് പോകും. ഈ ഭീതിയിലാണ് ഓഹരി വിപണികൾ തകർന്ന് തരിപ്പണമായത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ട്രംപ് അധികാരം ഏറ്റെടുത്തത് മുതൽ തന്നെ അമേരിക്കൻ ഓഹരി വിപണി കറക്ഷൻ പാതയിലായിരുന്നു. എന്നാൽ ഈ പ്രഖ്യാപനങ്ങൾ വന്നത്, ട്രംപിൻ്റെ പ്രഖ്യാപനം ഏപ്രിൽ 4 വന്ന പ്രഖ്യാപനങ്ങളുടെ ചുവട് പിടിച്ച് ഭീമമായ തോതിലാണ് ലോകവിപണികൾ ഇടിഞ്ഞത്. കഴിഞ്ഞ ദിവസം പ്രത്യേകിച്ച് ചൈനയുമായുള്ള വ്യാപാര യുദ്ധത്തെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ വന്ന സമയത്ത് ചൈനീസ് ഓഹരി വിപണി, ഹാൻസൻ ഓഹരി വിപണിയും ഇൻഡെക്സും, അതുപോലെ ജപ്പാൻ്റെ ഓഹരി വിപണി നിക്കി ഇൻഡെക്സും, അതുപോലെ ഹോങ്കോങ്ങിൻ്റെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻഡെക്സ് എന്നുവേണ്ട അമേരിക്കയുടെ മേജർ ഇൻഡെക്സ് FTSE ഇൻഡെക്സ് ഇൻ ലണ്ടൻ, അമേരിക്കയുടെ ഇൻഡെക്സ് നാസ്ഡാക്ക് ടെക്നോസെൻട്രിക് ഓഹരികളുടെ ഇൻഡെക്സാണ്. അതുപോലെ S&P സ്റ്റാൻഡേർഡ് ആൻഡ് പുവർ ഇൻഡെക്സ്, ഡൗ ജോൺസ്, വിഖ്യാതമായ ഡൗ ജോൺസ് ഇൻഡെക്സ് കുതിയിരിക്കുകയാണ്. അമേരിക്കയിൽ സംഭവിച്ചതിനേക്കാൾ ഒരുപക്ഷെ കൂടുതൽ നഷ്ടം സംഭവിച്ചത് ജാപ്പനീസ് വിപണികൾക്കും ചൈനീസ് ഓഹരി വിപണിക്കുമാണ്. ഇന്ത്യയിലും തത്തുല്യമായ പ്രതിഫലനമുണ്ടായി. സെൻസിറ്റീവ് ഇൻഡെക്സ്, ബോംബെ ഓഹരി വിപണിയുടെ സെൻസിറ്റീവ് ഇൻഡെക്സ് 85,000 പോയിന്റ് വരെ കയറിയതായിരുന്നു ഒരു സമയത്ത്. 2024 ഒക്ടോബറിൽ ആ ഒരു ലെവലിൽ നിന്ന ഇൻഡെക്സ് ഇപ്പോൾ തകർന്ന് തരിപ്പണമായി ഏതാണ്ട് 75,000 പോയിന്റിലേക്ക് താഴുകയാണ്. അതിലും താഴെ പോയിരിക്കുന്നു. 75,000 പോയിന്റിൽ നിന്നും
ചൈനയ്ക്കെതിരെ വന്ന പ്രഖ്യാപനവും അല്ലെങ്കിൽ ഈ പകരം റിറ്റാലിയേറ്ററി ടാരിഫ് വന്ന ആ ഒരു കഴിഞ്ഞ് മാർക്കറ്റ് തുറന്നപ്പോൾ ബ്ലാക്ക് മൺഡേ എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചത് ഭീമമായ തകർച്ചയാണ്. ഒരു ദിവസം തന്നെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വീഴ്ച രേഖപ്പെടുത്തി. സെൻസിറ്റീവ് ഇൻഡെക്സ് 3980 പോയിന്റ് ഒരു ദിവസം ഇടിഞ്ഞതിന് ശേഷം കുറച്ച് തിരിച്ചു കയറി 2200ഓളം പോയിന്റിന് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. 2.3% ലോസിൽ സെൻസെക്സ് ക്ലോസ് ചെയ്യുന്നു. 3% ലോസിൽ, ഒറ്റ ദിവസത്തെ ലോസിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ക്ലോസ് ചെയ്തത്. അതിനർത്ഥം ട്രംപിൻ്റെ വ്യാപാര യുദ്ധം ലോക വിപണികളെ ആകെ പിടിച്ചുലച്ചിരിക്കുകയാണ്. അപ്പോൾ വിപണികളിൽ നിന്നും വിപണികളിലേക്ക് ഈ സമ്മർദ്ദം തരംഗമായി നീളുകയാണ്. ഇതിന് ആത്യന്തികമായി ട്രംപിന് ഒരു വലിയ വില കൊടുക്കേണ്ടി വരാനാണ് സാധ്യത. കാരണം ഇപ്പോൾ തന്നെ ചിലരുടെ ഒരു പ്രതീക്ഷ അടുത്ത 90 ദിവസത്തേക്ക് കൂടി ഇത് നിലവിൽ വരേണ്ട ഏപ്രിൽ 9 ട്രംപ് പറഞ്ഞ ഡേറ്റ് ഇതാണ്. 4 പ്രഖ്യാപിക്കുന്നു. ഏപ്രിൽ 9 പകരച്ചുങ്കം നിലവിൽ വരും. ഏപ്രിൽ 9 മുതൽ കൃത്യം 90 ദിവസത്തേക്ക്, അതായത് 3 മാസത്തേക്ക് ഒരു മൊറട്ടോറിയം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു. വ്യാപാര യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു. അതിനുള്ളിൽ നിങ്ങൾ സ്ട്രക്ചറൽ അഡ്ജസ്റ്റ്മെൻറ്റുകൾ നടത്തുക, ഉഭയകക്ഷി കരാറുകളിൽ ഏർപ്പെടുത്തുക, ഒരു ധാരണയിലെത്തുക. ആ സമയം ഉണ്ടാകും ഒരു ബ്രീതിങ് സ്പേസ്. പക്ഷേ അതുണ്ടാവില്ല എന്ന് അർദ്ധശങ്കക്കിടയില്ലാത്ത രീതിയിൽ ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു. അതോടെ വിപണികൾ കൂടുതൽ തകർച്ചയിലായി. അതുകൊണ്ട് വ്യാപാര യുദ്ധം യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇനി സംഭവിക്കാൻ കൂടുതലും ഡാമേജ് സംഭവിക്കാനിരിക്കുന്നു. ഇനി എന്താണ് സംഭവിക്കാനിരിക്കുന്നത്? അമേരിക്കയ്ക്ക് 29 ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമിയാണുള്ളത്. തൊട്ട് താഴെയുള്ളത് ചൈനയാണ്. ഏറെ താഴെയാണ് ഏതാണ്ട് 27-28 ട്രില്യൺ ഡോളറിൻ്റെ ഇക്കോണമിയാണ്. ഇന്ത്യ വളരെ താഴെയാണ്, 4 ട്രില്യൺ ഡോളറിൻ്റെ അടുത്തടുപ്പിച്ച്. ഈ വർഷം അവസാനത്തോളം 2025 അവസാനമാകുമ്പോൾ 4.3 ട്രില്യൺ ഡോളർ, ലോകത്തെ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥ GDP കണക്കിൽ. അത് 1-ാം സ്ഥാനത്ത് അമേരിക്കയും, 2-ാം സ്ഥാനത്ത് ചൈനയും, 3-ാം സ്ഥാനത്ത് ജർമ്മനിയും, 4-ാം സ്ഥാനത്ത് ജപ്പാനും എന്ന കണക്കിൽപ്പെടുമ്പോൾ ജാപ്പനീസ് ആൻഡ് ജർമ്മൻ സമ്പദ് വ്യവസ്ഥകളെ പിന്തള്ളി അടുത്ത 2-3 വർഷത്തിനുള്ളിൽ ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാകാൻ തയ്യാറെടുപ്പിലാണ്. അതൊരു പക്ഷേ സംഭവിച്ചേക്കാം. കാരണം ജപ്പാനും ജർമ്മനിക്കും വളരെ വലിയ തിരിച്ചടിയാണ് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ ടാരിഫ് വാർ ഉണ്ടായത്. പക്ഷേ അമേരിക്കയ്ക്ക് തന്നെ തിരിച്ചടിയാണ്. അമേരിക്കയുടെ ഒരു വളർച്ചാ നിരക്കിൽ 1% കുറവ് വരും. ഇപ്പോൾ തന്നെ വളർച്ചാ നിരക്ക് വളരെ പരിമിതമാണ്. GDP വളർച്ചാ നിരക്ക് 2.2% മറ്റേ നിൽക്കുകയാണ്. അതിൻ്റെ പകുതിയാകാൻ പോവുകയാണ്. അതുമാത്രമല്ല, ഏതാണ്ട് 1 ട്രില്യൺ ഡോളറിൻ്റെയെങ്കിലും ഇറോഷൻ ഇൻ നെറ്റ്വർത്ത് ഇത് സംഭവിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. സമസ്ത മേഖലയും, അമേരിക്കയിലെ സമസ്ത മേഖലയിലും മാന്ദ്യമുണ്ടാകാൻ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. യഥാർത്ഥത്തിൽ ട്രംപ് ഉദ്ദേശിച്ചതാണ് അമേരിക്കൻ വ്യവസായങ്ങൾ തഴച്ചു വളരും, അമേരിക്കയിൽ മൂലധന നിക്ഷേപമുണ്ടാകും, മേക്ക് ഇൻ അമേരിക്ക. അതാണ് ട്രംപ് പറയുന്നത്. മോദി ഇന്ത്യയിൽ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് പോലെ ട്രംപ് പറയുന്നത് മേക്ക് ഇൻ അമേരിക്ക. എന്തിനാണ് മെക്സിക്കോയിൽ പോയി വാഹന ഘടകങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം അത് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത്? അതിൻ്റെ ആവശ്യമില്ല. അമേരിക്കയിൽ തന്നെ വാഹന ഘടകങ്ങൾ ഉണ്ടാക്കുക. അമേരിക്കയിലെ വാഹന വിപണി തഴച്ചു വളരട്ടെ. വാഹനങ്ങൾക്കും വാഹന ഘടകങ്ങൾക്കും 25% തീരുവ, അലുമിനിയം പ്രോഡക്റ്റിനും അയൺ പ്രോഡക്റ്റിനും 20-25%. ഏറ്റവും കൂടുതൽ വ്യാപാരം നടക്കുന്ന 3 രാജ്യങ്ങൾ, അതൊന്ന് അമേരിക്കയുടെ തൊട്ടടുത്തുള്ള മെക്സിക്കോ. വലിയൊരു പ്രൊഡക്ഷൻ ബേസാണ്. അവിടുത്തെ വില കുറഞ്ഞ ചീപ്പ് ലേബർ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് മാനുഫാക്ചറിംഗ് ആണ് നടക്കുന്നത്. അത് അമേരിക്കയിലേക്ക് എത്തുമ്പോൾ ഭീമമായ നികുതിയാണ് മെക്സിക്കോയ്ക്കെതിരെ ചുമത്തുന്നത്. കാനഡയാണ് അമേരിക്കയുടെ അടുത്ത രാജ്യമാണ്, സുഹൃത്ത് രാജ്യമാണ്, അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്. ഒക്കെ അവരൊന്നാണ്. പക്ഷേ വ്യാപാരത്തിൻ്റെ കാര്യത്തിൽ വെല്ലും ബ്രേക്കുമില്ലാതെ, കണ്ണും മൂക്കുമില്ലാതെ ട്രംപ് കാനഡയ്ക്കെതിരെ നിലപാടെടുത്തിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ, എക്കാലത്തും യൂറോപ്യൻ യൂണിയനെ താങ്ങി നിർത്തിയിരുന്നത്, രാഷ്ട്രീയമായി പ്രതിരോധിച്ചു നിന്നതും എല്ലാം തന്നെ, പ്രത്യേകിച്ച് ശീതയുദ്ധകാലത്ത് റഷ്യയിൽ നിന്നുള്ള കടന്നുകയറ്റം, ഇപ്പോൾ തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ യൂറോപ്യൻ യൂണിയനെ സഹായിച്ചു നിർത്തുന്നതും, ഉക്രൈനെ സഹായിക്കാൻ എന്ന മട്ടിൽ യൂറോപ്യൻ യൂണിയനെ ആകമാനം സുരക്ഷാ കവചമായി നിൽക്കേണ്ട അമേരിക്ക യൂറോപ്യൻ യൂണിയനുമായി, പ്രത്യേകിച്ച് ഡേറ്റോയിലെ അമേരിക്കയുടെ സഖ്യ രാജ്യങ്ങളുമായി വ്യാപാര യുദ്ധത്തിലാണ്. 20% ട്രംപ് നികുതി അടിച്ചങ്ങോട്ട് കൊടുത്തിരിക്കുകയാണ്. ഇവരാരും തന്നെ അത്ര കൈൻഡായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നത്. എക്കാലത്തും സുഹൃത്ത് രാജ്യമായിരുന്ന ന്യൂസിലൻഡിനും ഓസ്ട്രേലിയക്കും വരെ മിനിമം 10% ടാരിഫാണ്.
ഇതൊന്നും യഥാർത്ഥത്തിൽ പൂർണ്ണ അർത്ഥത്തിൽ അമേരിക്കയുടെ സൗഹൃദ രാജ്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നതാണ് വാസ്തവം. അങ്ങനെയെങ്കിൽ ആത്യന്തികമായ ചോദ്യം, ലോകത്തിൻ്റെ ഒരു പുനഃക്രമീകരണം, ലോക രാഷ്ട്രീയത്തെ തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ ഒരു പുനഃക്രമീകരണം സാധിക്കുമോ? അത് സാധ്യമാകുമെന്ന രീതിയിലാണ് യൂറോപ്യൻ യൂണിയൻ സംസാരിക്കുന്നത്. യൂറോപ്യൻ യൂണിയനും ചൈനയും തമ്മിൽ വലിയ തോതിലുള്ള വ്യാപാര ബന്ധം ഇനി വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അമേരിക്കയിലേക്കുള്ള കയറ്റുമതി നിലച്ചു കഴിഞ്ഞാൽ പുതിയ മാർക്കറ്റുകൾ കണ്ടെത്തേണ്ടി വരും. യൂറോപ്യൻ യൂണിയൻ അമേരിക്കയിൽ നിന്ന് കാര്യങ്ങൾ ഇറക്കുമതി ചെയ്യാതെയാകും. അങ്ങനെയെങ്കിൽ ചൈനയും ഇന്ത്യയും വലിയ തോതിൽ യൂറോപ്യൻ യൂണിയനുമായി സഹകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഇന്ത്യ യൂറോപ്പ് ട്രേഡ് ആൻഡ് ഇക്കണോമിക് കോറിഡോർ ത്രൂ മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യ, ഈ ഒരു പദ്ധതി 2023 സമ്മേളനത്തിൽ G20 സമ്മേളനത്തിൽ മോദി പ്രഖ്യാപിച്ച ഒരു കാര്യമാണ്. ഇന്ത്യയിൽ വെച്ച് നടന്ന ഉച്ചകോടിയിൽ ആ ഒരു കാര്യം നടപ്പാകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഈ രംഗം കുറച്ചുകൂടി വഷളാകണം. അങ്ങനെയെങ്കിൽ അമേരിക്ക ഇന്ത്യ വ്യാപാരത്തിന് പകരം യൂറോപ്പ് ഇന്ത്യ വ്യാപാരം പൊട്ടിപ്പൊടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അങ്ങനെ വ്യാപാര ക്രമം തന്നെ ലോകത്തെ പൂർണ്ണമായി ഉടച്ചു വാർക്കുന്ന പുനഃക്രമീകരിക്കപ്പെടുന്ന അന്തരീക്ഷത്തിലേക്ക് വരും. ലോക രാഷ്ട്രീയ ബന്ധങ്ങൾ ഉൾപ്പെടെ മാറാനുള്ള സാധ്യതയാണ്. രജത രേഖ എന്ന് പറയുന്നത് അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. ഒരു വ്യക്തി, ട്രംപ് എന്നൊരു വ്യക്തിക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരു സിസ്റ്റത്തെ മാനിപ്പുലേറ്റ് ചെയ്യാനാവില്ല. ഇതിനുള്ളിൽ തന്നെ, അമേരിക്കയ്ക്കുള്ളിൽ തന്നെ കറക്ഷൻ ഉണ്ടാകും, തിരുത്തലുകൾ ഉണ്ടാവും. ആ ഒരു പ്രതീക്ഷയിലാണ് ലോകം ഇപ്പോൾ പോകുന്നത്. ഒന്നായിട്ട് രാജ്യങ്ങൾ അമേരിക്കയുമായി നെഗോഷിയേറ്റ് ചെയ്യുമ്പോൾ ഇന്ത്യ ഉൾപ്പെടെ രാജ്യങ്ങൾ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടു കൂടി ഒരു സമഗ്ര ഉഭയകക്ഷി കരാറിലേക്ക് എത്തി നിൽക്കും എന്ന പ്രതീക്ഷയാണ് ഇപ്പോഴുള്ളത്. അത് സാധ്യമാകുകയാണെങ്കിൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളുമായും അത് സാധ്യമാകുമോ എന്നറിയില്ല. സാധ്യമാവുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വ്യാപാര യുദ്ധത്തിൻ്റെ ആഘാതം കുറച്ചുകൊണ്ട് വരാനാവും. പക്ഷേ ഒന്ന് കലങ്ങി തെളിയാനുള്ള സാഹചര്യങ്ങൾ ഇതുപോലെ പോവുകയാണെങ്കിൽ സർവനാശമായിരിക്കും ഫലം.